നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ നാളെയാണ് ആസ്റ്റൺ വില്ല ഇറങ്ങുന്നത്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ബ്രൈറ്റണെതിരെയുള്ള അവരുടെ കളി. ഇപ്പോൾ പോയ സീസണിൽ ആസ്റ്റൺ വില്ലയുടെ കളിയൊക്കെ കണ്ട് ഈ സീസണിൽ അതുപോലുള്ളൊരു ടീം പ്രതീക്ഷിക്കേണ്ട. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ക്രൈസി ട്രാൻസ്ഫർ വിൻഡോ ആണ്. ഒരു ടീമിന്, ഒരു ക്ലബിന് ഇത്രമാത്രം ക്രൈസി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടാകുമോ? ഒരു പക്ഷേ പ്രീമിയർ ലീഗിൽ ഇങ്ങനെ ഒരവസ്ഥ വന്നിട്ടുള്ളത് ആസ്റ്റൺ വില്ലക്കാണെന്ന് പറയേണ്ടി വരും. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ പലരും പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ടോ അവർ അതിനൊത്തവണ്ണം നല്ല സൈനിങ്ങൾ വേറെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ക്രൈസി ട്രാൻസ്ഫർ വിൻഡോ ആണ് എന്നുള്ളത്. അപ്പോൾ നോക്കുക, ഹെവിലി അവരുടെ സൂപ്പർ താരങ്ങളെയൊക്കെ പലരും കൊണ്ടുപോയി. എന്നാൽ ഐ ക്യാച്ചിങ് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് അവരത് പരിഹരിക്കുകയും ചെയ്യുന്നു. മോർഗൻ റോജേഴ്സ് പോയി ചെൽസിയിലേക്ക്. 138 മില്യൺ യൂറോക്കാണ് മോർഗൻ റോജേഴ്സ് പോയത്. യൂറി ടെൽമെൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയി 41 മില്യൺ യൂറോക്ക്. പിന്നെ ഡോണൽ മാലൻ പോയി എസ് റോമയിലേക്ക് 25 മില്യൺ യൂറോക്ക്. എൻസോ ബാരൻഷിയ പോയി ബെൻഫിക്കയിലേക്ക് 12 മില്യൺ യൂറോക്ക്. പിന്നെ ലൂയിസ് ഡോബിൻ സദാംപ്ടണിലേക്ക് പോയി 10.5 മില്യൺ യൂറോക്ക്. ലൂക്കാസ് ഡീനെ അദ്ദേഹത്തെ PSG സ്വന്തമാക്കിയത് 7 മില്യൺ യൂറോക്ക്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി. പിന്നെ എമി മാർട്ടിനസിന് വേണ്ടിയൊക്കെ ആളുകളുണ്ട്, പക്ഷേ ഒന്നും അങ്ങ് ഫൈനലാവുന്നില്ല. യുവൻറ്റസ് താല്പര്യം പ്രകടിപ്പിച്ചൊക്കെ വന്നു, പക്ഷേ ഒടുവിൽ യുവൻറ്റസ് പിൻവാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഇപ്പം ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ ഒലി വാറ്റ്കിൻസിനായിട്ട് ഇപ്പം അൽ ഹിലാലൊക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സൂപ്പർ താരങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുന്ന കാഴ്ച സ്റ്റിൽ ചില മൂവുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ നടന്ന സെയിലുകളിലൂടെ 233.5 മില്യൺ യൂറോ അവർ സ്വന്തമാക്കി. അതേസമയം അറൈവലോ അതുപോലെ തന്നെ ഉണ്ടെന്നേ യോഹാൻ മൻസംബി അവർ സ്വന്തമാക്കിയിരുന്നു. വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ വാർത്ത നമ്മൾ കേട്ടതാണ്. 60 മില്യൺ യൂറോക്ക് യോഹാൻ മൻസംബിയെ സ്വന്തമാക്കി. പിന്നെ ജാവോ ഗോമസിന് 40 മില്യൺ യൂറോക്ക്. സിയോൺ സുസൂക്കി ഗോൾ കീപ്പറായിട്ട് ജപ്പാനീസ് താരം സിയോൺ സുസൂക്കിയെ പാർമയിൽ നിന്ന് എത്തിച്ചത് 30 മില്യൺ യൂറോക്ക്. മാറ്റിയോ റുഗറിയെ അവർ കൊണ്ടുവന്നു 24 മില്യൺ യൂറോക്ക്. മറുകെബ സിസയെ സ്വന്തമാക്കിയത് 5.5 മില്യൺ യൂറോക്ക്. അലിയാൻഡ്രോ ഗർനാച്ചോയെ കൊണ്ടുവന്നിട്ടുണ്ട്, ലോണിലാണ്. ആരോൺ വാൻ ബിസാക്കയെ കൊണ്ടുവന്നു, ലോണിലാണ്. സോ ഫിക്സഡ് സ്പെൻഡിംഗ് എന്ന് പറഞ്ഞാൽ 159.5 മില്യൺ യൂറോയാണ്. ഇപ്പം ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാറ്റ്കിൻസ്, എമിലിയാനോ മാർട്ടീനസ്, ഇതിൽ നമ്മൾ എസ്രി കോൺസയെ പറയാൻ വിട്ടുപോയതാണ്. എസ്രി കോൺസയെ കൊണ്ടുപോയി, ഓൾറെഡി ആഴ്സണൽ കൊണ്ടുപോയി. അപ്പോൾ അതുകൂടി നമ്മളിതിനോട് ചേർത്ത് പറയണം. സോ ഈ താരങ്ങൾ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയിൽ തന്നെ ഇനിയും നിൽക്കുന്നുണ്ട്. സോ ഈ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ ഹെവി ഡിപ്പാർച്ചറും അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഇൻകമിങ്ങും ഒക്കെ സംഭവിച്ചിരിക്കുകയാണ് ആസ്റ്റൺ വില്ലക്ക്. ഏത് രൂപത്തിലായിരിക്കും ഇത്തവണ അവർ പെർഫോം ചെയ്യുക, കാത്തിരുന്ന് കാണാം. ഒരു സംശയം വേണ്ട, ഇതൊരു ക്രൈസി ട്രാൻസ്ഫർ വിൻഡോയാണ് ആസ്റ്റൺ വില്ലക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.